വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി, ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. അതിൻ്റെ നമ്മൾ 2 പാർട്ടിട്ടാണ് ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സ്പ്ലനേഷനൊക്കെ തന്നിരിക്കുന്നത്. നിങ്ങൾ ആദ്യത്തെ 1-2 പാർട്ട് കയറി കാണണേ കേട്ടോ. ഇതിനകത്തെന്ന് വെച്ചാൽ ഫുൾ നോട്ട്സ് ആണ്. നമ്മൾ ഇതിനകത്തിലെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും എല്ലാം ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നിങ്ങൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇനി ഇതിനകത്തിലെ 1 വേർഡ് ക്വസ്റ്റ്യൻ ഒരുപാട് ഇതിനകത്തിൽ വരുന്നുണ്ട് കേട്ടോ. അത് മാത്രമായിട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ട് അത് കഴിവതും ഇതിനകത്തിൽ നിന്ന് ഒഴിവാക്കിയേക്കാണ്. കാരണം 1 മാർക്ക് എന്നും പറഞ്ഞ് ഇതിനകത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ നോക്കിയിട്ടുണ്ട്. അത് മാത്രമായിട്ട് നമുക്കൊരു ഇതിടാം കേട്ടോ. അപ്പം നിങ്ങൾ അതങ്ങ് എഴുതിയെടുക്കണേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ്. അത് ഞാൻ അടുത്ത പാർട്ടിലിടാം. ഇപ്പം നിങ്ങൾ ഇതിനകത്തിലെ 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കൂടുതലും വന്നിരിക്കുന്നത്. അത് വൃത്തിയായിട്ട് അങ്ങ് എഴുതിയെടുക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. എഴുതിയെടുക്കുക മാത്രമല്ല, അത് പഠിക്കുകയും കൂടെ വേണം കേട്ടോ. പഠിക്കണേ കേട്ടോ. നമ്മൾ ഇതുവരെയുള്ള 7 ചാപ്റ്ററിൻ്റെയും നോട്ട് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. സോഷ്യൽ സയൻസ് ആയാലും ബേസിക് സയൻസ് ആയാലും മാത്സ് ആയാലും ഇത് 3 ഇങ്ങനെ 8ൻ്റെയും 6ൻ്റെയും ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് 7ൻ്റെയും 5ൻ്റെയും ഒക്കെ കഴിഞ്ഞ വർഷം ഓൾറെഡി എല്ലാം കിടപ്പുണ്ട് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് ചോദിച്ചാൽ മതി. ഞാൻ എൻ്റെ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഓരോ വിഷയത്തിൻ്റെ ഇടുന്നുണ്ട്. ഇനി ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ ഞാൻ മലയാളവും ഹിന്ദി ഇംഗ്ലീഷും ഒക്കെ ഇടുന്നുണ്ട്. ആ ചാനൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്കിപ്പം സോഷ്യൽ സയൻസിൻ്റെ 8ാമത്തെ ചാപ്റ്ററാണ് ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്, ടുവേർഡ്സ് സൗത്ത് ഇന്ത്യൻ ഹിസ്റ്ററി. നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ ഹിസ്റ്റോറിക്കൽ റിമൈൻസ് ഡിസ്ക്രൈബ്ഡ് ദ റിച്ചൂസ് ട്രാവലിംഗ്? അതിനകത്തിലെ ഏതെല്ലാം ചരിത്ര ശേഷിപ്പുകളെ കുറിച്ചാണ് നമ്മുടെ റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? അതൊക്കെ നമ്മൾ പറഞ്ഞതാ. എന്നാലും അത് കിട്ടാത്തവരോ എഴുതിയെടുക്കാത്തവരോ എല്ലാം ഉണ്ടെങ്കിൽ ഇതങ്ങ് എഴുതിയെടുത്തോണം കേട്ടോ. കുടക്കല്ല്, ആ ഇംഗ്ലീഷിലെ വാക്ക് വായിക്കാൻ പറ്റത്തില്ലെങ്കിൽ താഴെ അതിൻ്റെ മലയാളം കിടപ്പുണ്ട് കേട്ടോ. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറ, ഇതിനെക്കുറിച്ചൊക്കെ ഇത് ഇവിടൊക്കെ പോയതിനെക്കുറിച്ചൊക്കെയാണ് റിച്ചു നമ്മളോട് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ പാഠത്തിൻ്റെ പേര് ഈ പാഠത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങൾ എന്താണ് മെഗാലിത്തിക് ഏജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. എന്താണ് വാട്ട് ആർ മെഗാലിത്തിക് മോണുമെന്റ്സുകൾ? മഹാശിലായുഗത്തെക്കുറിച്ച് എൻ്റെ ഇംഗ്ലീഷും ഉണ്ട്, ഇപ്പുറത്ത് മലയാളവും ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷും മലയാളവും ഉണ്ട്. മലയാളം മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം, ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണം കേട്ടോ. എന്താ ഇനി മെഗാലിത്തിക് ഏജ് അല്ലെങ്കിൽ മെഗാലിത്തിക് മോണുമെന്റ്സുകൾ എന്നാൽ എന്താണ്? ടെസ്റ്റിനകത്ത് ഇതിൻ്റെയൊക്കെ പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താണ് കുടക്കല്ല്, തൊപ്പിക്കല്ല്, ഇതൊക്കെ എന്താണെന്ന് ടെസ്റ്റിനകത്ത് പടം കൊടുത്തിട്ടുണ്ടോ നിങ്ങളെ അതുകൂടെ നോക്കണേ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ആ വാക്കുകളും എന്തുവാണെന്നൊക്കെ ഓർമ്മ വരും. കുടക്കല്ല് എന്ന് പറഞ്ഞാൽ അംബർല സ്റ്റോൺ പോലെ ഇരിക്കുന്നതാണ്. തൊപ്പിക്കല്ലെന്ന് വെച്ചാൽ ക്യാപ് സ്റ്റോൺ പോലെ ഇരിക്കുന്നതാണ്. അതിന് മുനിയറാസ് എന്ന് വെച്ചാൽ ഡോൾമെൻറ്റ്സ് കേട്ടോ. മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. എന്താണ് മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് 1 മാർക്കിന് ചോദിച്ചാൽ ഇതൊക്കെ എഴുതിയാൽ മതി. കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറാസ് മെയ്ഡ് ഓഫ് ഗ്രാനൈറ്റ് ആൻഡ് ലാറ്ററൈറ്റ് ആർ നോൺ ആസ് മെഗാലിത്തിക് മോണുമെന്റ്സ്. സ്പെല്ലിംഗും കൂടെ പഠിക്കണേ. സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബുകൾ, ദേ ആർ കാൾഡ് മെഗാലിത്തിക് മോണുമെന്റ്സ്. സിൻസ് ദീസ് ആർ മെയ്ഡ് ഓഫ് ഹ്യൂജ് സ്റ്റോൺസ്. ഞാൻ ഈ എഴുതിയതിൽ നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതും കൂടെ കേൾക്കണേ നിങ്ങൾ കേട്ടോ. ഹ്യൂജ് സ്റ്റോൺസ് ഓർ സ്റ്റോൺ സ്ലാബുകൾ, ദേ ആർ കാൾഡ് മെഗാലിത്തിക് മോണുമെന്റ്സ്. ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദീസ് സ്റ്റോൺസ് മോണുമെന്റ്സ് വെയർ ബിൽറ്റ് ഇൻ നോൺ ആസ് ദ മെഗാലിത്തിക് ഏജ്. ദ പീരീഡ്, ഇതിൻ്റെ ആ കാലഘട്ടം ഉണ്ടല്ലോ നിങ്ങൾ, ദ പീരീഡ് ഡ്യൂറിങ് വിച്ച് ദീസ് സ്റ്റോൺസ് മോണുമെന്റ്സ് വെയർ ബിൽറ്റ് ഈസ് നോൺ ആസ് മെഗാലിത്തിക് ഏജ്. അപ്പം 3 വരി ഇതിനകത്ത് പറയുന്നുണ്ട് എന്താണ് മെഗാലിത്തിക് മോണുമെന്റ്സ് കേട്ടോ. മെഗാലിത്തിക് മോണുമെന്റ്സ് കണ്ടോ. ഇനി മെഗാലിത്തിക് ഏജ്, ഈ 3 മലയാളം ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ, വായിക്കാൻ പറ്റുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് വായിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറയുമ്പോൾ നിങ്ങൾ അതങ്ങ് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയക്കാർ എങ്ങനെ എഴുതും? എന്താണ് മഹാശിലായുഗം? കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ, സ്ലാബ് കേട്ടോ, ശിലാപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരിക്കുന്നതിനാലാണ് അവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. വലിയ ശിലകൾ കൊണ്ടോ, ഹ്യൂജ് സ്റ്റോൺ അല്ലെ, വലിയ ശിലകൾ കൊണ്ടോ ശിലാപാളികൾ കൊണ്ടോ ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇവയെ മഹാശിലാ സ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം
ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടത്തിനെ മഹാശിലായുഗം, മെഗാലത്തിക് ഏജ് എന്നും അറിയപ്പെടുന്നു. അപ്പൊ ഇതിനകത്തിൽ തന്നെ വൺ വേഡ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ 3 എണ്ണമായിട്ട് നമുക്ക് എടുക്കാം. മഹാശിലാസ്മാരകങ്ങൾ എന്നാൽ എന്ത് അല്ലേ, അതിൽ തന്നെ 2 പോയിന്റ് ഉണ്ട്. എന്താണ് മഹാശിലായുഗം എന്നാൽ എന്ത്, ഇതൊക്കെ കേട്ടോ അങ്ങ് എഴുതി എടുക്കണേ. അടുത്ത ഇമ്പോർട്ടൻസ് മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. സൗത്ത് ഇന്ത്യ എന്ന് വെച്ചാൽ എവിടെ ആവും നിങ്ങളെ, ദക്ഷിണ ഇന്ത്യ അല്ലേ. അതിനകത്തിലെ ഇമ്പോർട്ടൻ്റ് പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റുകൾ അല്ലെങ്കിൽ മഹാശിലായുഗ കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇതെല്ലാം. കേരളത്തിലെ മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, ഈ സ്ഥലപ്പേരൊക്കെ നോക്കണേ. നിങ്ങൾ കേട്ട് കാണത്തില്ല, ചിലപ്പോൾ 1-2 വാക്കുകളൊക്കെ ഈ ഇതിനകത്തില്ലേ. ചേരമനങ്ങാട് അതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങളെ? കുപ്പക്കൊല്ലി, മങ്ങാട്, മറയൂര് കേട്ടിട്ടുണ്ടല്ലേ, മറയൂര് ഇല്ലയോ? അപ്പം ഇനി തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ. കേരളത്തിലെ ഏതൊക്കെയാണ്? മറയൂർ, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട്. എന്നാൽ തമിഴ്നാട്ടിലെ ആദിച്ചനല്ലൂർ കേട്ടോ. കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയവയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ. ഇമ്പോർട്ടൻ്റ് മെഗാലിത്തിക് സൈറ്റ്സ് ഇൻ സൗത്ത് ഇന്ത്യയാണ്. ഏതൊക്കെ ഇംഗ്ലീഷ് മീഡിയക്കാരെങ്ങനെ ഇരുന്നു കുഞ്ഞുങ്ങളെ? മറയൂര്, ചേരമനങ്ങാട്, കുപ്പക്കൊല്ലി, മങ്ങാട് ഇൻ കേരള, ആദിച്ചനല്ലൂർ ഇൻ തമിഴ്നാട്, ബ്രഹ്മഗിരി ഇൻ കർണാടക, നാഗാർജുനകൊണ്ട ഇൻ ആന്ധ്രാപ്രദേശ്. വായിക്കാൻ അറിയാമേ? ഇത് ഇത്രയും അതുപോലെ എഴുതിയെടുക്കണേ. ഓക്കെ, അടുത്ത നമ്മൾ ഈ പാഠത്തിന്റെ പേര് തന്നെ സൗത്ത് ഇന്ത്യയെ കുറിച്ചാണ്. എന്താ ഈ സൗത്ത് ഇന്ത്യ? എന്താവും നിങ്ങൾ ഈ ദക്ഷിണ ഇന്ത്യ എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ, ഇന്ത്യയുടെ തെക്ക് ഭാഗത്തെ സംസ്ഥാനങ്ങളായ കർണാടക, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണ ഇന്ത്യ എന്ന് പറയുന്നത്. ദക്ഷിണേന്ത്യ എന്നാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായ കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണ ഇന്ത്യ. South India comprises the southern Indian states of Karnataka, Tamil Nadu, Kerala, Andhra Pradesh and Telangana, as well as the union territories of Pondicherry and Lakshadweep. കേട്ടോ? ഓക്കെ ആണോ? ഇനി മെഗാലിത്തിക് മോണുമെന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്നാലും ഈ 5 എണ്ണത്തിന് ചിലപ്പോൾ 5 മാർക്കിൻ്റെ ഒക്കെ ചോദിക്കാം നിങ്ങളെ. തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ, ഇതിൻ്റെ എല്ലാം നമ്മുടെ ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ. മെഗാലിത്തിക് മോണുമെന്റ്സുകൾ അല്ലെങ്കിൽ മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? തൊപ്പിക്കല്ല് കേട്ടോ, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ എന്നിവയൊക്കെയാണ് കേട്ടോ. കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. ഇതിലെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്. കംപ്ലീറ്റ് ദ ഗിവൺ വർക്ക്ഷീറ്റ് റിലേറ്റഡ് ടു മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ. മേജർ മെഗാലിത്തിക് സൈറ്റ്സ് കേരളത്തിലെ മറയൂരുണ്ട്, തമിഴ്നാട്ടിൽ ആദിച്ചനല്ലൂരുണ്ട്, ആന്ധ്രാപ്രദേശിൽ നാഗാർജുനകൊണ്ടയുണ്ട്, കർണാടകയിൽ ബ്രഹ്മഗിരിയുണ്ട് അല്ലേ. പ്രധാന മഹാശിലായുഗ കേന്ദ്രങ്ങൾ കേരളം, മറയൂർ, ഇത് ഇംഗ്ലീഷും ഇത് മലയാളമാണ് കുഞ്ഞുങ്ങൾ കേട്ടോ. കേരളം, മറയൂര്, തമിഴ്നാട് ആദിച്ചനല്ലൂര്, ആന്ധ്രാപ്രദേശ് നാഗാർജുനകൊണ്ട, കർണാടകം ബ്രഹ്മഗിരി. ഇനി മേജർ മെഗാലിത്തിക് മോണുമെന്റ്സ് ഇൻ സൗത്ത് ഇന്ത്യ എവിടെയൊക്കെയാ കുഞ്ഞുങ്ങളെ? കുടക്കല്ല്, തൊപ്പിക്കല്ല്, നാട്ടുകല്ല്, മുനിയറ. ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? തൊപ്പിക്കല്ല്, കുടക്കല്ല്, നാട്ടുകല്ല്, കല്ലറ, മുനിയറ ഇവയൊക്കെ കേട്ടോ. തിങ്സ് ബെറിഡ് വിത്ത് റിമൈൻഡ്സ് ഓഫ് ദ ഡെഡ്. ഈ മരിച്ചവരുടെയൊക്കെ ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവരെന്തൊക്കെ ഉപയോഗിച്ചിരുന്നു കുഞ്ഞുങ്ങളെ? ഒരാളെ അടക്കം ചെയ്യാന്നൊക്കെ പറയത്തില്ലേ മരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ? അപ്പോൾ അവരെന്തൊക്കെയാ ചെയ്തേ? ആ അടക്കുന്നതിൽ ആഭരണങ്ങളും ആയുധങ്ങളും ഉപകരണങ്ങളും പാത്രങ്ങൾ, നാണയങ്ങൾ ഇവയൊക്കെ അതിനകത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ഇത് എടുക്കുമല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എന്തെങ്കിലും കാരണത്താൽ നമ്മൾ അത് എടുത്തു നോക്കുമ്പോഴാണ് പിന്നീടുള്ള ആൾക്കാർക്കാണ് അറിയുന്നത് ഇതാ ഇന്ന സാധനങ്ങളൊക്കെ അതിനകത്തിലുണ്ടായിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഓർണമെന്റ്സുകളുണ്ട്, ടൂൾസുകളുണ്ട്, വെപ്പൺസുകളുണ്ട്, വെസൽസുകളുണ്ട്, കോയിൻസുകളുണ്ട് കേട്ടോ. അടുത്ത വാട്ട് ആർ ദ ടൂൾസ് ആൻഡ് വെപ്പൺസ് ഡിസ്കവേർഡ് ഇൻ മെഗാലിത്തിക് കൾച്ചർ? ഏതൊക്കെയായിരുന്നു നിങ്ങളെ?
അതായത് ദിസ് ഇൻക്ലൂഡ്സ് നൈഫ്, സോഡ്, സിക്കിള്, സ്പിയർ ഹെഡ്, ട്രൈപ്പോഡ് ആൻഡ് ലാംസ് മെയ്ഡ് ഓഫ് അയൺസ് കേട്ടോ. അതുകൂടെ റഫായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ, നമ്മൾ ടെസ്റ്റിലെയാണ് കേട്ടോ. അടുത്ത എന്താണ് മെഗാലിത്തിക് കൾച്ചർ? മഹാശില സംസ്കാരം എന്നാൽ എന്താണ്? ഓരോന്ന് ഓർക്കണേ. കൾച്ചറാണ്. മെഗാലിത്തിക് മോണുമെന്റ്സ് പഠിച്ചു, മെഗാലിത്തിക് ഏജ് പഠിച്ചു. അടുത്ത മഹാശില സംസ്കാരം. മെഗാലിത്തിക് കൾച്ചർ എന്താണ്? മെഗാലിത്തിക് കൾച്ചർ ഈസ് ദ ക്രിയേഷൻ ഓഫ് പീപ്പിൾ ഹൂ പ്രോഗ്രസ്ഡ് ഫ്രം ഫുഡ് ഗ്യാതറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻസ്. ഭക്ഷ്യശേഖരണത്തിൽ നിന്ന് ഭക്ഷ്യ ഉൽപാദനത്തിലേക്ക് പുരോഗമിച്ച ആളുകളുടെയൊക്കെ ഒരു സൃഷ്ടിയാണെന്നാവും നിങ്ങളെ പറയുന്നത് മഹാശില സംസ്കാരം എന്ന് പറയുന്നത് കേട്ടോ. വിച്ച് പ്രസന്റ് ഡേ സ്റ്റേറ്റ്സ് ഡു ദ കളേർഡ് റീജിയൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെൻറ്റ്സ്? നിങ്ങളുടെ ആ ടെസ്റ്റിലെ ഓരോ പാർട്ടായിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ടെസ്റ്റ് കൂടെ വെച്ച് വേണേ പഠിക്കാൻ. വിച്ച് പ്രസന്റ് ഡേ ഭൂപടത്തിൽ ഇപ്പോൾ ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ? ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്നോ ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ്? അവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് വേണേ. വിച്ച് പ്രസന്റ് ഡേ സ്റ്റേറ്റ്സ് ഡു വി ദ കളേർഡ് റീജിയൻസ് ഓഫ് ദ മാപ്പ് റെപ്രസെന്റ്? ഏതൊക്കെയാണ് നിങ്ങളെ? കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് ഒക്കെ മുമ്പ് നമ്മളത് പറഞ്ഞത് അല്ലേ. അടുത്ത നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എന്താണ് തമിഴകം എന്നാൽ എന്താണ്? തമിഴകം എന്നാൽ എന്താണ്? ദ സൗത്ത് ഇന്ത്യൻ റീജിയൻ വിച്ച് ഇൻക്ലൂഡ് കേരള, കർണാടക, തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ് വാസ് നോൺ ആസ് തമിഴകം. നമ്മുടെ ദക്ഷിണേന്ത്യയിൽ, സൗത്ത് ഇന്ത്യയിൽ ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. നമ്മുടെ ദക്ഷിണേന്ത്യയുടെ പ്രദേശം പണ്ട് കാലത്തെ തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. സംഘം വർക്ക് എന്ന് വെച്ചാൽ എന്താണ്? വർക്ക് എന്ന് വെച്ചാൽ ജോലി എന്നാണ്, പക്ഷെ ഇവിടെ കൃതികൾ എന്നാണ് നിങ്ങളെ. സംഘം കൃതികൾ എന്താണ്? സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. നോക്കണേ, സംഘം വർക്ക്സ് ആർ ജനറലി ക്ലാസിഫൈഡ് ഇൻടു 2. ഒന്ന് അകം സോങ്സ് ആൻഡ് പുറം സോങ്സ്. Agam songs and Puram songs. Agam songs refer to the family life and social life. എന്നാൽ പുറം സോങ്സ് റെഫർ ടു ദ എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ്. ഇംഗ്ലീഷ് മീഡിയക്കാർ അതുപോലെ എഴുതിയെടുക്കട്ടെ നിങ്ങൾ. എന്താ ഈ സംഘം കൃതികളെ അല്ലെ സംഘം വർക്ക് പൊതുവെ ജനറലി എന്ന് വെച്ചാൽ പൊതുവെ നമ്മൾ അകം സോങ്സ്, അകം പാട്ടുകളെന്നും പുറം പാട്ടുകളെന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും ഫാമിലി ലൈഫ്, കുടുംബജീവിതത്തെയും സാമൂഹിക ജീവിതത്തെയും പരാമർശിക്കുന്നതാണ് നമ്മൾ അകം പാട്ടുകൾ എന്ന് പറയുന്നത്. എന്നാൽ സാമ്പത്തികവും എക്കണോമിക്, രാഷ്ട്രീയവും പൊളിറ്റിക്കൽ ആൻഡ് മിലിറ്ററി ലൈഫ്, സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നതാണ് പുറം പാട്ടുകൾ. അതൊക്കെ 1 മാർക്കിനും 2 മാർക്കിനും ഒക്കെ ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആൻസറാണ്. അകം പാട്ടുകളും പുറം പാട്ടുകളും എന്താണ്? ഞാൻ ഈ കാണിക്കുമ്പോൾ തന്നെ നിങ്ങളത് കറക്റ്റ് ഉണ്ട്, ഓരോ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഇത്രയും ഒരു ക്വസ്റ്റ്യൻ ആൻസറാണ്. മലയാളവും ഇംഗ്ലീഷും ഉള്ളതുകൊണ്ടാവും നിങ്ങളെ ഇത് വലിയ ക്വസ്റ്റ്യൻ ആൻസറായിട്ടൊക്കെ തോന്നുന്നത്. നിങ്ങൾ അവനവൻ്റെ രണ്ടും എഴുതിയെടുത്ത് പഠിക്കാമെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയക്കാരോട് ഞാൻ പറയുന്നത് രണ്ടും കൂടി എഴുതി വെച്ച് പഠിക്കണം. കാരണം നിങ്ങൾ പഠിക്കാൻ സമയത്ത് ഈ മലയാളവും കൂടെ വായിച്ച് പഠിക്കുമ്പോൾ ഉണ്ടല്ലോ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ ഇംഗ്ലീഷ് മാത്രം എഴുതിയെടുത്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതിയെടുത്ത് കഴിഞ്ഞു നിങ്ങളിപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ പരീക്ഷയോ വല്ലതും ഉള്ളപ്പോൾ എടുത്ത് പഠിക്കാനായിട്ട് എടുക്കുമ്പം ഇത് എന്തുവാണെന്ന് അറിയണ്ടേ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ആ മലയാളം നിങ്ങൾ ഇച്ചിരി വലുതായിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മലയാളം കിട്ടാമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇംഗ്ലീഷ് പെട്ടെന്ന് പഠിക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അടുത്ത എന്താണ് വാട്ട് ഈസ് സംഘം വർക്ക്സ്? സംഘം കൃതികൾ എന്നാൽ എന്താണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ദ സംഘം വേർ ഗ്രൂപ്പ് ഓഫ് തമിഴ് പോയറ്റ് സെൻട്രഡ് അറൗണ്ട് മധുരൈ. These Sangam collected and preserved the songs of the singers of that time. Therefore, these songs are referred to as Sangam works and this period is called Sangam age. എന്താ നിങ്ങളെ സംഘം വർക്ക് എന്നാൽ എന്താണ്, അല്ലെ സംഘകൃതികൾ എന്നാൽ എന്താണ്? നമ്മുടെ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ ഒരു കൂട്ടായ്മയാവും നിങ്ങളെ ഈ സംഘങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത്. മധുരയുണ്ടല്ലോ, തമിഴ്നാട് മധുര, ആ മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന
തമിഴ് കവികളുണ്ടല്ലോ, നമ്മൾ മലയാളികളാണെങ്കിലും തമിഴിലും ഉണ്ടല്ലോ കവികൾ, ഇവരെല്ലാം കൂടെ കൂടിയിട്ട് ഒരു കൂട്ടമുണ്ട് അല്ലേ. ഈ കൂട്ടത്തിനെയാണ് സംഘങ്ങൾ എന്ന് വിളിച്ചിരുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകളൊക്കെ അവർ സൂക്ഷിച്ചു വെച്ചിരുന്നു. ഈ സംഘം കളക്ട് ചെയ്ത് പ്രിസർവ്ഡ് ദ സോങ്സ് ഓഫ് ദ സിംഗേഴ്സ് ഓഫ് ദാറ്റ് ടൈം. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ, പണ്ട് കാലത്തെ ഗായകരുടെ ഒക്കെ എന്ത് ചെയ്യുന്നറിയോ, പാട്ടെല്ലാം ഇവരെന്ത് ചെയ്തു, ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകളെ അങ്ങനെ ആ ശേഖരിച്ച് വെച്ചിരുന്ന പാട്ടുകളെ എല്ലാം എന്ത് ചെയ്തു, അവർ സംഘം കൃതികളെന്നും, പിന്നീട് ഒരു കാലഘട്ടം, ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ ഏത് കാലഘട്ടത്തിലാന്ന് പറയത്തില്ലേ, ഏത് പീരീഡിലാന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തെ സംഘകാലം എന്നും സംഘമേജ് എന്നും വിശേഷിപ്പിക്കുന്നു. എളുപ്പമല്ലേ? ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് സംഘം ലിറ്റററി വർക്ക്സ്. ലിറ്റററി എന്ന് വെച്ചാൽ സാഹിത്യം അല്ലേ. പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മുടെ പ്രധാനപ്പെട്ട സംഘ സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ്? അത് ഇച്ചിരി വായിക്കാൻ പാടാണ്, മലയാളവും എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ. സംഘ സാഹിത്യ കൃതികൾ നോക്കിയോ നിങ്ങളെ. കുറുംതോകൈ കണ്ട, കുറുംതോകൈ, നറ്റിണൈ, അകനാടൂറ്, പതിറ്റുപത്ത്, അകനാടൂറ്, പതിറ്റുപത്ത്, അത് പിന്നെയും പറ്റൂ ഇല്ലേ. മറ്റേത് കുറുന്തൊകൈ, നറ്റിണൈ, ഇത് തമിഴായതുകൊണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട സംഘകൃതികൾ ഏതൊക്കെയാണെന്നാണ് കേട്ടോ, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. അടുത്തത്, സംഘ സാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികൾ ഏതെല്ലാം? നമ്മൾ സംഘ സാഹിത്യ കൃതികളെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞതെല്ലാം, സംഘ സാഹിത്യ കൃതികൾ അല്ലേ. എന്നാൽ ഇതിന് പുറമെ, ഇത് മാത്രമാണോ? ഇതിന് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് ആൻഷ്യന്റ് തമിഴകം, അതിന് ലഭിക്കുന്ന മറ്റ് വേറെ ഉണ്ടല്ലോ തമിഴ് സാഹിത്യ കൃതികൾ ഏതെല്ലാമാണ്? വെർ ഡു വി ഗെറ്റ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം? ഏതൊക്കെയാണ് നിങ്ങളെ? തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നിവയാണ്. തിരുക്കുറൽ മലയാളവും ഇംഗ്ലീഷും ഉണ്ട്. ചിലപ്പതികാരം എന്താവും നിങ്ങളെ കേട്ടോ, ചിലപ്പതികാരം എന്നാണ് കേട്ടോ. ഈ തമിഴന്മാർക്ക് ചായ ഇല്ല, എല്ലാം സായ അല്ലേ. മണിമേഖല, സേച്ചി ഇല്ലേ, സേച്ചി എന്നല്ലേ, അത് ബംഗാളി അല്ലേ, അതുപോലെ. തിരുക്കുറൽ അടുത്ത നമ്മൾ അപ്പോൾ എന്താ 3 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല എന്നീ 3 എണ്ണം ഉണ്ടെന്ന്. ഇതൊക്കെ എന്താണെന്നൊന്ന് നോക്കാം അല്ലേ. തിരുക്കുറൽ എന്ന് വെച്ചാൽ എന്താ? ഇവർ പുറമെ നമ്മുടെ ഈ തമിഴ് സാഹിത്യ കൃതികൾ ഏതൊക്കെയാണെന്നാണ്. സംഘ സാഹിത്യ കൃതികൾക്ക് പുറമേ ഉണ്ടായ പ്രാചീന തമിഴകത്തെക്കുറിച്ചുള്ള വിവരം നൽകുന്ന കുറേ കൃതികളാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഈ തിരുക്കുറലുണ്ട്. എന്താ കുഞ്ഞിലെ ഈ തിരുക്കുറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തമിഴ് സാഹിത്യം ഉണ്ടല്ലോ, നമ്മുടെ മലയാള സാഹിത്യം അല്ലേ, അതുപോലെ തന്നെ തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിൽ ഒന്നാണ് തിരുക്കുറൽ. തിരുവള്ളുവർ, ഇതൊക്കെ ഈ ഒരു മാർക്കിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ് കേട്ടോ. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിന്റെ രചയിതാവ് കേട്ടോ. ആരാണ് എന്ന് നല്ലതുപോലെ പഠിച്ചു വെച്ചേക്കണം. തിരുക്കുറല് തിരുവള്ളുവറാണ്. അതുപോലെ തന്നെ ചിലപ്പതികാരം അല്ലെങ്കിൽ സിലപ്പതികാരം കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. കണ്ണകിയുടെയും കോവലന്റെയും കഥ പറയുന്ന ചിലപ്പതികാരത്തിന്റെ രചയിതാവ് ഇളങ്കോ അടികളാണ്. അങ്ങനെയാണെങ്കിൽ മണിമേഖലയോ 3 എണ്ണം ഉണ്ടല്ലോ. മണിമേഖലയോ കുഞ്ഞുങ്ങളെ, കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ആ കൊച്ചിന്റെ തന്നെ പേര് തന്നെ ഇട്ടേക്കോ അല്ലേ. കോവലന്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതികളാണ് മണിമേഖല. അതോ ചിത്തലൈ ചാത്തനാർ, അത് എഴുതിയത് നോക്കണേ. ചീത്തലൈ ചാത്തനാർ ആണ് മണിമേഖല രചിച്ചത്. എന്തൊക്കെയായി കൊച്ചു കേരളത്തിൽ നടക്കുന്നത്, ഇതൊക്കെ എങ്ങനെ പഠിക്കും ഇല്ലയോ? എന്നോടൊന്നും തോന്നല്ലോ നിങ്ങളെ. ടെസ്റ്റിനകത്തിലെ വാക്കുകളാണ് ഞാനീ തന്നിരിക്കുന്നത് കേട്ടോ. ചീത്തല മലയാളത്തിലുള്ളത് പഠിക്കാൻ നേരമില്ല, അന്തരമായി ചീത്തലേ ചാത്തല ഇതൊക്കെ പഠിക്കുമോ? എന്തെങ്കിലുമൊക്കെ ക്ലൂ വെച്ചൊക്കെ അങ്ങ് പഠിച്ചോണം കേട്ടോ. നമ്മൾ 3 പേരുടെയും പേര് പഠിക്കണം. അതായത് തിരുക്കുറയിൽ എഴുതിയത് തിരുവള്ളുവറാണ്, ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ അടികളാണ്, അതുപോലെ തന്നെ മണിമേഖലയുടെ ആരാണ്? ചിത്തലൈ ചാത്തനാറാണ് കേട്ടോ. ചിത്തലൈ ചാത്തനാർ. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് ആവും ഞങ്ങളിത്. തിരുക്കുറൽ ഈസ് വൺ ഓഫ് ദ ഇമോർഷണൽ ലിറ്റററി വർക്ക്സ് ഇൻ തമിഴ് ലിറ്ററേച്ചർ. തിരുവള്ളുവർ ഈസ് ദ ഓതർ ഓഫ് ദീസ് ബുക്ക് അല്ലേ. ചിലപ്പതികാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇളങ്കോ അടികൾ ഈസ് ദ ഓതർ ഓഫ് ചിലപ്പതികാരം വിച്ച് ടെൽസ് ദ സ്റ്റോറി ഓഫ് കണ്ണകി ആൻഡ് കോവലൻ.
മണിമേഖലൈ. മണിമേഖലൈ is the work that tells the story of Manimekhalai, the daughter of Kovalan and Madhavi. മണിമേഖലൈ was composed by ആരാണ്? ചിത്തലൈ ചാത്തനാർ. കേട്ടോ, ചിത്തലൈ ചാത്തനാർ. ഞാൻ ഇംഗ്ലീഷ് മലയാളം നേടി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഇതോ ഈ വാക്ക് ഓരോന്നും നോക്കണേ കേട്ടോ. അടുത്ത ലിസ്റ്റ് ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം. പുരാതന തമിഴകത്തെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തൂ. ഇതൊക്കെ നമ്മുടെ ടെസ്റ്റിലെ ചോദ്യങ്ങളാണ് കേട്ടോ. ദ മെയിൻ സോഴ്സസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ആൻഷ്യന്റ് തമിഴകം. പുരാതന തമിഴകത്തെക്കുറിച്ചുള്ള പ്രധാന വിവര സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തൂ. 1 സംഗം വക്സ്, 2 ശിലപ്പതികാരം, 3 തിരുക്കുറൽ, 4 മണിമേഖലൈ. നമ്മളിപ്പോൾ പറഞ്ഞതാ കേട്ടോ, എന്നാലും പേരുകളൊന്നുകൂടെ നോക്കിക്കോടെ, തിരിഞ്ഞു പോകല്ലേ കേട്ടോ. ഇനി സോഷ്യോ എക്കണോമിക് ലൈഫ് ഇൻ ദ സംഘം ഏജ്. ഈ പാഠത്തിനകത്തിൽ നമ്മൾ കൂടുതലും സംഘത്തെക്കുറിച്ചാണ് പഠിക്കുന്നത് കേട്ടോ. സംഘം ഏജ്, സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? അതിലൊന്നാമത്തത് സോഷ്യൽ ലൈഫ്, സാമൂഹിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? നോക്കൂ നിങ്ങളെ, ദെയർ എക്സിസ്റ്റഡ് ദ സോഷ്യൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഒക്കുപേഷൻ. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹ്യ വിഭജനം നിലനിന്നിരുന്നു. there were no social discrimination. ഈ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ വെച്ചാൽ അറിയണേ, നോ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ. സാമൂഹികപരമായ ഒരു വേർതിരിവുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. ആർക്കും അവിടെ വേർതിരിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. ജെൻഡർ ഇക്വാളിറ്റി എക്സിസ്റ്റഡ്. സ്ത്രീ പുരുഷ സമത്വം അവിടെ നിലനിന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടത്തെയാണ് സംഘകാലത്തെ സാമൂഹിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു. 3 മാർക്കിനൊക്കെ ചോദിക്കാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. സംഘകാലത്തിലെ, നോക്കണേ നിങ്ങളെ, സംഘകാലത്തെ സംഘകാലത്തിലെ സാമൂഹിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു? എങ്ങനെയാണ്? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം അവർ നിലനിന്നിരുന്നു. സാമൂഹികപരമായ വേർതിരിവുകൾ അവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ സ്ത്രീ പുരുഷ സമത്വം അവിടെ നിലനിന്നിരുന്നു എന്നുള്ളതാണ്. ജെൻഡർ ഇക്വാളിറ്റി എക്സിസ്റ്റഡ് കേട്ടോ. അതുപോലെ തന്നെ എക്കണോമിക് ലൈഫ്, സാമ്പത്തിക ജീവിതം, അവിടെ എല്ലാവർക്കും സമ്പത്തൊക്കെ ഉണ്ടായിരുന്നോ? സാമ്പത്തിക ജീവിതം എങ്ങനെ ഓക്കെ ആയിരുന്നോ? നോക്കിക്കേ, അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ലിവ്ലിഹുഡ്, കാറ്റിൽ റിയറിങ്, ഫിഷിങ്, ഹണ്ടിങ്, വേറെ അതർ ലിവ്ലിഹുഡ്. കൃഷിയായിരുന്നു നിങ്ങളെ അവിടുത്തെ പ്രധാന ഉപജീവനം. അഗ്രികൾച്ചർ ആയിരുന്നു അവരുടെ പ്രധാന ഉപജീവന മാർഗം. പിന്നെ കാറ്റിൽ റിയറിങ്, കന്നുകാലി മേയ്ക്കൽ, ഫിഷിങ്, മീൻപിടുത്തം, ഹണ്ടിങ്, വേട്ടയാടൽ, അതുപോലെ വേറെ അതർ ലിവ്ലിഹുഡ്, മറ്റ് ഉപജീവന മാർഗങ്ങളൊക്കെ ആയിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. there existed trade relations with the foreign countries. അതുപോലെ തന്നെ എന്താ, വിദേശ രാജ്യങ്ങളുമായിട്ട് അവർ വ്യാപാര ബന്ധത്തിൽ നിലനിന്നിരുന്നു. there existed എന്താണ്, ട്രേഡ് റിലേഷനുമായിട്ട്. ട്രേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, വ്യാപാരവുമായിട്ട് കേട്ടോ. പിന്നെ പെപ്പർ ആൻഡ് അതർ സ്പൈസസ് വേർ ദ മെയിൻ ഐറ്റംസ് ബോട്ട് ഫോർ ഫോറിനേഴ്സ്. ദേ ബ്രോട്ട് ഹിയർ കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര വിത്ത് ദം. അവിടെ നോക്കൂ നിങ്ങളെ, കുരുമുളകും ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, അതല്ല, അങ്ങനെയുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ, സ്പൈസസുകളൊക്കെ എന്ത് ചെയ്യുന്നു ആയിരുന്നു പ്രധാനമായിട്ടും വിദേശികൾ വാങ്ങിയിരുന്നത്. നമ്മുടെ കയ്യിൽ നിന്നും നല്ല സ്പൈസസ് അല്ലെ, കുരുമുളകുകൾ, സുഗന്ധ വ്യഞ്ജനങ്ങളായ ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം എന്ത് ചെയ്യുന്നു വിദേശികൾ നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങിയിരുന്നു. പകരം എന്ത് ചെയ്തു, ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ ഇവർ ഇങ്ങോട്ടും കൊണ്ടുവരുന്നത്. അങ്ങോട്ട് മാത്രമല്ല കേട്ടോ, അവർ ഇങ്ങോട്ടും കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതാ എക്കണോമിക് ആണ്. ഇനി അത് കഴിഞ്ഞിട്ട് എന്താണ് തിണകൾ, തിനാസ് കേട്ടോ. തിനൈസ് എന്നാണ് ഇംഗ്ലീഷ്, തിനൈസ്, മലയാളത്തിൽ തിണകൾ. സംഘം വർക്ക് മെൻഷൻ ദ 5 ജിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്സ് ടെറൈൻ വിച്ച് എക്സിസ്റ്റഡ് ആൻ ആൻഷ്യന്റ് തമിഴകം. ദെയർ ആർ നോൺ ആസ് എന്താണ്, ഐന്തിണകൾ എന്നാണ് കുഞ്ഞുങ്ങളെ. അത് വായിക്കാനൊന്ന് പഠിക്കണം കേട്ടോ. ഐന്തിണകൾ, ഐന്തിനാസ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി, ജിയോഗ്രഫിക്കൽ ഡിവിഷനാണ്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ, ആൻഷ്യന്റ് തമിഴകത്തിനെ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നതായിട്ട് സംഘകൃതികളിൽ പരാമർശിക്കുന്നുണ്ട്. പണ്ട് കാലത്ത് ഈ തിണകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നതെങ്കിലും ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നു. ഇവയെ നമ്മൾ 5 എണ്ണം ഉള്ളതുകൊണ്ട് ഐന്തിണകൾ എന്നാണ് വിളിച്ചിരുന്നത്. 5 എണ്ണമാണ്, 5ന് ഐന്തിണകൾ എന്നാവും നിങ്ങളെ വിളിച്ചിരുന്നത്. ഏതൊക്കെയാണ് ഈ ഐന്തിണകൾ അല്ലേ? 5 എണ്ണം ഏതൊക്കെയാണ്? നമുക്കിനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. നോക്കിക്കേ, ഒന്നാമത്തത്
നോക്കണേ കുഞ്ഞുങ്ങളെ. തിണകൾ, അവരുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്, അവരുടെ മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ ഏതെല്ലാമായിരുന്നു? ഒന്നാമത് കുറിഞ്ചി എന്ന് പറയുന്ന ആണ് കേട്ടോ. ഒന്നാമത്തെ കുറിഞ്ചി, മലയാളം ഇംഗ്ലീഷ് കൊണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് അത് പഠിക്കാൻ എളുപ്പമായിരിക്കും. കുറിഞ്ചി. അവർ നോക്കൂ കുഞ്ഞുങ്ങളെ, അവിടെ ഫോറസ്റ്റ്, മൗണ്ടൻസ് അങ്ങനെയുള്ളവരൊക്കെ കൂടുതലും കാട് മലകളും ഒക്കെ ആയിട്ടായിരിക്കും അവർ ജീവിച്ചു പോന്നിരുന്നത് കേട്ടോ. കളക്ഷൻസ് ഓഫ് ഫോറസ്റ്റ് പ്രൊഡ്യൂസ് ഹണ്ടിങ്, വനവിഭവ ശേഖരണവും വേട്ടയാടലുമാണ് അവരുടെ തൊഴിലെന്ന് വെച്ച് കഴിഞ്ഞാൽ കേട്ടോ. വനവിഭവ ശേഖരണവും വേട്ടയാടലുമാണ് ഈ കുറിഞ്ചി ആൾക്കാരെല്ലാം കൂടെ ചെയ്യുന്നത്. അവരെവിടെ താമസിക്കുന്നത്? ഫോറസ്റ്റ്, മൗണ്ടൻസ് അല്ലേ, കാട് മല എന്നിവിടങ്ങളിലാണ്. അടുത്ത മുല്ല എന്ന് പറയുന്ന ആൾക്കാർ നോക്കിയേ, അവർ ഗ്രാസ് ലാൻഡുകളും ബുഷസുകളുമാണ്, പുൽമേടുകൾ, വലിയ മല, വലിയ ഇതെന്തുവാ മൗണ്ടൻ ഒന്നും അല്ലാത്ത പുൽമേടുകളും അല്ലേ, കുറ്റിക്കാടുകൾ അങ്ങനെയൊക്കെ ഉള്ളിടത്തായിരുന്നു ഈ കുറിഞ്ചി ആൾക്കാർ താമസിച്ചിരുന്നത് കേട്ടോ. അല്ല, മുല്ലേ അവരോ കാറ്റിൽ റിയറിങ്, അവർ കന്നുകാലികളെയൊക്കെ വളർത്തിയാണ്. കാരണം ചെറിയ പുൽമേടുകളൊക്കെ ആകുമ്പോൾ അവർ കന്നുകാലികളെയൊക്കെ വളർത്തിയാണ് ജീവിച്ചിരുന്നത്. അടുത്ത പാലെന്ന് വെച്ചാൽ അറൈഡ് റീജിയൻസ്, വരണ്ട പ്രദേശമാണ്. നല്ലപോലെ വരണ്ട പ്രദേശമാകുമ്പോൾ അവിടെ എന്തായിരിക്കും? അവർ കൊള്ളയും കൊലപാതകവും ഒക്കെ ചെയ്തായിരുന്നു അവിടെ ജീവിച്ചത്. റോബറി ആൻഡ് പ്ലണ്ടർ കേട്ടോ. കൊള്ളയും കവർച്ചയും ഒക്കെ നടത്തിയ കുഞ്ഞുങ്ങളെ ആരാ? പാലൈ എന്ന് പറയുന്ന ആൾക്കാർ ജീവിച്ചു കൊണ്ടുപോകുന്നത്. അതുപോലെ മരുതം എന്ന് പറയുന്നത്, ഈ പേരൊക്കെ 5 എണ്ണമുണ്ട്. 1 കുറിഞ്ചി, 2 മുല്ലൈ, 3 പാലൈ, 4 മരുതം, 5 നെയ്തൽ. ഈ മരുതൈ എന്ന് പറയുന്നത് കൃഷി, അവരെ അഗ്രികൾച്ചറൽ ഫീൽഡ്, വയൽ പ്രദേശങ്ങളും കൃഷിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടായിരുന്നു അവർക്ക് കൃഷിയായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത് കേട്ടോ. മരുതം എന്ന് പറയുന്ന ആൾക്കാരെന്താണ്? കൃഷിയുമായി ബന്ധപ്പെട്ട് അഗ്രികൾച്ചർ ഫീൽഡ് എവിടെയെങ്കിലുമൊക്കെ വയലിൻ്റെ അടുത്തൊക്കെയാണ് അവർ താമസിച്ചിട്ടുള്ളത്. ഇനി നെയ്തൽ എന്ന് പറയുന്നുണ്ട്. നെയ്തൽ അവർ തീരപ്രദേശങ്ങളിലാണ്. അവർ മീൻ വിറ്റും മീനെ പിടിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു അല്ലേ, ഉപ്പ് വാരിയും അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെയുള്ള ആൾക്കാർ, നെയ്തൽ എന്ന് പറയുന്ന ആൾക്കാർ താമസിച്ചിരുന്നത്. അപ്പം ഈ 3 പേരെക്കുറിച്ചും ഈ 5 പേരെക്കുറിച്ചും പഠിക്കണം. ഐന്തിണകൾ എന്ന് പറയുന്നത് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ കുറിഞ്ചി, മുല്ലൈ, പാലൈ, മരുതം, നെയ്തൽ കേട്ടോ. 5 എണ്ണത്തിൻ്റെയും പേര് പഠിക്കണേ, 5 എണ്ണം. ഇവരെവിടൊക്കെ താമസിക്കുന്നു എന്ന് ചോദിച്ചാൽ അതാണ് ഇവിടൊക്കെ ഓരോരുത്തരും താമസിക്കുന്നത്. അവരെങ്ങനെയൊക്കെയാണ് ജീവിച്ചതെന്ന് ചോദിച്ചാൽ കേട്ടോ. മീൻസ് ഓഫ് ലിവ്ലിഹുഡ്, അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയും എഴുതണം കേട്ടോ. ഓക്കെ ആണോ? ഇത്ര എഴുതാൻ അറിയണേ. ഇനി അങ്ങാടി എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ടെസ്റ്റിനകത്തിലെ ആ ഓർഡർ അനുസരിച്ചായി എഴുതിയേക്കുന്നത് കേട്ടോ. അങ്ങാടികൾ എന്ന് വെച്ചാൽ എന്താ കുഞ്ഞുങ്ങൾ? നമ്മൾ ചന്തയെന്ന് പറയത്തില്ല, നമ്മളിവിടെ ചന്ത അല്ലേ, ചന്ത. ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന, നമ്മളിപ്പോൾ 5 തിണകളെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൽ ഓരോന്നിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ ഒരു തിണ മറ്റ് തിണകളുമായിട്ട് കൈമാറ്റം ചെയ്തപ്പെട്ടത്. ഇപ്പം വനങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ വനങ്ങളിൽ ചെന്നിട്ട് അവർ തേനൊക്കെ എടുത്തുകൊണ്ട് വരും. നല്ല എന്തെങ്കിലും ഇതിൻ്റെയൊക്കെ കൊമ്പോ, പണ്ട് കാലത്ത് അന്നൊക്കെ അതൊക്കെ പറ്റുമായിരുന്നു അല്ലേ, ആനയുടെ കൊമ്പോ പുലിപ്പല്ലോ അങ്ങനെയൊക്കെ ഉള്ളത് പോയി എടുത്തോണ്ട് വന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ, അതിൻ്റെ വേറെ തിണകൾക്ക് അവർ കൈമാറ്റം ചെയ്യപ്പെടുമായിരുന്നു കേട്ടോ. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളിലൂടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങളെ നമ്മൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദ റിസോഴ്സസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഈച്ച് തിനൈ വേർ എക്സ്ചേഞ്ച്ഡ് വിത്ത് അതർ തിനൈസ്. സച്ച് എക്സ്ചേഞ്ച് ഓഫ് റിസോഴ്സസ് ലെഡ് ടു ദ ഫോർമേഷൻ ഓഫ് ട്രേഡ് സെന്റേഴ്സ്. ദീസ് ട്രേഡ് സെന്റേഴ്സ് വേർ നോൺ ആസ് അങ്ങാടീസ്, അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അങ്ങാടി അല്ലെങ്കിൽ മാർക്കറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ സൂം ചെയ്ത് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഇത് ഞാൻ മൊത്തം എന്ന് വെച്ചാൽ മലയാളവും ഇംഗ്ലീഷും കാണാൻ വേണ്ടിയാണ് ഇത്രയും ലോങ്ങിലിട്ട് കാണിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അത് സൂം ചെയ്തിട്ട് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ. എഴുതിയതിൽ എന്തെങ്കിലും നിങ്ങൾക്ക് വായിക്കാൻ പറ്റാത്ത വാക്കുകളുണ്ടെങ്കിൽ ഞാൻ ഈ വായിക്കുമ്പോൾ അത് കേട്ടോണം കേട്ടോ. പ്രാചീന തമിഴകത്തെ അങ്ങാടികൾ ഏതെല്ലാമാണ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാചീന കാലത്തെ അങ്ങാടികൾ, മാർക്കറ്റ് ഓഫ് ആൻഷ്യന്റ് തമിഴകം ഏതാ? അല്ലലാവണയും നാളങ്ങാടിയുമാണ് കേട്ടോ. അല്ലലാവണം NAM ആണ്. അല്ലലാവണം, നാളങ്ങാടി കേട്ടോ. അല്ലലാവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഈവനിങ് മാർക്കറ്റ്, വൈകിട്ട് നടത്തുന്ന ചന്തയ്ക്ക് പറയുന്ന പേരാണ്, അല്ലെ അന്തിച്ചന്ത എന്നൊക്കെ പറയും കേട്ടോ. അതിനാണ് അല്ലലാവണം എന്ന് പറയുന്നത്. പകൽ സമയങ്ങളിൽ നടത്തുന്ന മാർക്കറ്റിന് പറയുന്ന പേര് നാലങ്ങാടി എന്നുമാണ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. വൈകിട്ടും രാവിലെയും നടത്തുന്ന ചന്ത, ഈവനിങ് മാർക്കറ്റ് ഉണ്ട്, അതിനാണ് അല്ലലാവണം എന്ന് പറയുന്നത്. രാവിലെ നടത്തുന്ന ചന്തയ്ക്ക് നാലങ്ങാടി എന്നും പറയും. ഓക്കെ.
അടുത്ത രാഷ്ട്രീയ വ്യവസ്ഥയുണ്ട്. നമ്മൾ സംഘത്തെക്കുറിച്ചും ഓരോ ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചുകൊണ്ട് വരുവാണ്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഈ പറഞ്ഞ തിണകളുടെയൊക്കെ രാഷ്ട്രീയ വ്യവസ്ഥകളെ കുറിച്ചുണ്ട്. പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? പ്രാചീന കാലത്ത് പണ്ട് കാലത്തെ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയാണ്? ഹൂ ഗവേൺസ് ദ ഈച്ച് റീജിയൻസ് ഇൻ ആൻഷ്യന്റ് തമിഴകം? വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. ചേരാസ് അല്ലെ ചേരർ, പാണ്ഡ്യാസ് അല്ലെ പാണ്ഡ്യര്, ചോളാസ് ചോളർ കേട്ടോ. ഈ 3 പേരാണ് ആൻഷ്യന്റ് തമിഴകം പ്രാചീന തമിഴകത്തില് ഭരണം നടത്തിയിരുന്നത്, ഭരിച്ചിരുന്നത്, ഗവേൺ ചെയ്തിരുന്നത് അല്ലെ. ആരൊക്കെയാണ്? ഹൂ ആർ മൂവരസർ. ഈ പേരൊക്കെ ഇച്ചിരി കടുപ്പമാട്ടെ. മൂവരശർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഹൂ ആർ മൂവരശർ. മലയാളവും അതിൻ്റെ താഴെ തന്നെ എഴുതി വെച്ചുകൊണ്ട് വായിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലേ, ഇല്ലയോ? ദ ചേര, ചോള ആൻഡ് പാണ്ഡ്യ 3 പേരെ കുറിച്ച്, 3 ഭരണാധികാരികളെ കുറിച്ച് നമ്മൾ ഭരിക്കുന്ന ആൾക്കാരല്ലേ, അവരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹു റൂൾഡ് ആൻഷ്യന്റ് തമിഴകം വേർ കളക്റ്റീവ്ലി നോണസ് മൂവരേശ്വർ അല്ലെ മൂവേന്ദർ ഓർ മൂവരശർ എന്ന് പറയുന്നു. പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായിട്ട് ഇവരെ 3 പേരെയും കൂടെ ഒറ്റയ്ക്ക് പറയുന്ന പേരാണ് മൂവന്തർ അല്ലെങ്കിൽ മൂവരശർ എന്ന് അറിയപ്പെടുന്നത്. ഈ രാജാക്കന്മാരെ അല്ലെങ്കിൽ കോൻ കടുങ്കോ എന്നും വിളിച്ചിരുന്നു. കോൻ കടുങ്കോ എന്ന് വിളിച്ചത് ആരെയൊക്കെയാണ് എന്ന് ചോദിച്ചാൽ കുഞ്ഞുങ്ങളെ, കോൻ കടുങ്കോ എന്ന് വിളിച്ചിരുന്നത് ആരെയൊക്കെയാണ്? ചേര, ചോള, പാണ്ഡ്യ കേട്ടോ. തിരിച്ചു ഒക്കെ ചോദിക്കാം, നിങ്ങളെ എങ്ങനെ വേണമെങ്കിലും ചെക്ക് ചെയ്യാം. ഇനി ഈ മൂവന്തരും അവരുടെ ക്യാപിറ്റലും കേട്ടോ. ചേര നമ്മുടെ ടെസ്റ്റിലെ ചോദ്യം കേട്ടോ. വഞ്ചി. ചോള ഉറയൂര്. പാണ്ഡ്യ മധുരൈ. അത് ടെസ്റ്റിലെ ഒരു ബോക്സിലെയാണ് കേട്ടോ, അത് അതുപോലെ എഴുതിയെടുക്കണേ. ഓക്കെ നിങ്ങളെ അടുത്ത സംഘകാലത്തിന് ശേഷം ഈ ചേരരുടെ നിയന്ത്രണത്തിന് കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് ആരുടെ ഭരണത്തിന് കീഴിലായിരുന്നു? അതൊരു മാർക്കിന്റെ ഒരു ചോദ്യമാണ്. സംഘകാലത്തിന് ശേഷം ചേരരുടെ നിയന്ത്രണത്തിന് ഒരു 3 പേര് ഭരിച്ചല്ലോ, ഇവരുടെയൊക്കെ കാലത്തിന് ശേഷം, ഇവരൊക്കെ പോയതിന് ശേഷം ഈ പ്രദേശങ്ങൾ പിൽക്കാലത്ത് ആരുടെ ഭരണത്തിന് കീഴിലായി? പെരുമാക്കന്മാർ. ഇനി നമ്മൾ അവരെ കുറിച്ചാണ് പഠിക്കുന്നത്. സംഘം എല്ലാം കഴിഞ്ഞു കേട്ടോ. ഇനി അതിനുശേഷം അവരെല്ലാം ഭരിച്ചതിന് ശേഷം അടുത്ത ആൾക്കാർ വരുന്നുണ്ടാരാ? പെരുമാക്കന്മാര്. ആഫ്റ്റർ ദ സംഘം ഏജ് ദ റീജിയൻസ് വിച്ച് വേർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ ചേരാസ് ലേറ്റർ കെയിം അണ്ടർ ദ പെരുമാൾ റൂള് കേട്ടോ. പെരുമാക്കന്മാര്. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അവരെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പെരുമാൾസ് ഓഫ് ആ പേര് നോക്കണേ, മഹോദയപുരം. പെരുമാൾസ് നമ്മൾ പഠിക്കുന്നത് പെരുമാക്കന്മാർ. സംഘം അവരുടെ എല്ലാം കഴിഞ്ഞു, അവരുടെ കാലശേഷം അടുത്തത് വരുവാണ് മഹോദയപുരത്തെ പെരുമാക്കളെ കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. നല്ലപോലെ നോക്കണേ. ഇൻ ദ 9th century CE കേട്ടോ. ഇൻ ദ 9th century CE പെരുമാൾ റൂൾ വാസ് എസ്റ്റാബ്ലിഷ്ഡ് വിത്ത് ഇറ്റ്സ് സെന്റർ ഓഫ് മഹോദയപുരം. എവിടാ? മഹോദൈ. നിയർ പ്രസന്റ് ഡേ കൊടുങ്ങല്ലൂര്. ഈ സ്ഥലപ്പേരൊക്കെ നല്ലപോലെ നോക്കണേ. 9th നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അല്ലെങ്കിൽ മഹോദയ് കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പിന്നെയോ ദ പെരുമാൾസ് കെയിം ടു ബി നോൺ ആസ് ലേറ്റർ ചേരാസ്. പെരുമാക്കൾ പിൽക്കാര ചേരർക്ക് ശേഷമല്ലേ, സംഘത്തിന് ശേഷമല്ലേ ഇവർ വന്നത്. അതുകൊണ്ട് ഈ പെരുമാക്കൾ പിൻകാല ചേരർ എന്ന പേരിലും അറിയപ്പെട്ടു. പിന്നോ ദ കിങ് ഹിയർ അഡോപ്റ്റഡ് ടൈറ്റിൽ സച്ചസ് പെരുമാൾ, ചേരമൺ ആൻഡ് കുലശേഖര. നിങ്ങളെ ഇവിടുത്തെ രാജാക്കന്മാരെ പെരുമാൾസ് ഓഫ് മഹോദയപുരമാണ് നമ്മൾ പറയുന്നത്. മഹോദയപുരം തിരിഞ്ഞു പോവല്ലേ. 9th നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം കേന്ദ്രമാക്കി പെരുമാൾ ഭരണം അങ്ങോട്ട് സ്ഥാപിക്കപ്പെട്ടു. ഈ പെരുമാക്കളെ പിന്നീട് പിൽക്കാലത്ത് ചേരർ എന്ന പേരിൽ അറിയപ്പെട്ടു. ഇനി ഇവിടുത്തെ രാജാക്കന്മാരുടെ പേര് പെരുമാള്, ചേരമാന്, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു കേട്ടോ. അത് നല്ലപോലെ അറിയണേ. ഓക്കെ, നമ്മളിനി ഈ മഹോദയപുരം എന്ന് പറയില്ലേ, പെരുമാളിന്റെ മഹോദയപുരം. 9th നൂറ്റാണ്ട് മുതൽ 12th നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു നിങ്ങളെ ഈ മഹോദയപുരം എന്ന് പറയുന്നത്.
9-ാം നൂറ്റാണ്ട് മുതൽ 12-ാം നൂറ്റാണ്ടിന്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന ഈ പെരുമാക്കന്മാരുടെ തലസ്ഥാനത്തിനെയാ പറയുന്നത് മഹോദയപുരം എന്ന്. വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്നതിൽ ദക്ഷിണേന്ത്യയിലും പ്രസിദ്ധമായിരുന്നു ഈ മഹോദയപുരം. നല്ല വിജ്ഞാനം, അറിവ് അല്ലേ? വിജ്ഞാനത്തിന്റെയും സംസ്കാരത്തിന്റെയും പ്രമുഖ കേന്ദ്രം എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിലെങ്ങും പ്രസിദ്ധമായിരുന്നു നമ്മുടെ മഹോദയപുരം. രാജരാജശേഖരന്, സ്ഥാണുരവി, ഇന്ദുകോതെ, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. മഹോദയയിലെ പ്രധാന ഭരണാധികാരികൾ ആരെല്ലാമായിരുന്നു? അത് നല്ലപോലെ പഠിക്കണം. ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ടെസ്റ്റിൽ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് അത് സെപ്പറേറ്റ് എഴുതിയില്ല. അതിന്റെ അർത്ഥം ഒന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ മലയാളത്തിൽ എഴുതി വെച്ചത്. രാജരാജശേഖരൻ, സ്ഥാണുരവി, ഇന്ദുകോതെ, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പെരുമാളിന്റെ അഡ്മിനിസ്ട്രേഷൻ, മഹോദയപുരം പെരുമാളിനെ കുറിച്ച് നമ്മൾ ഇത്രയും പറഞ്ഞു അല്ലേ? പെരുമാൾ തന്നെ അല്ലേ പെരുമാക്കൾ അല്ലേ? അവരെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ അവരുടെ ഭരണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളെ? ഓക്കെ ആയിരുന്നോ? അവരിങ്ങനെയൊക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇവരുടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ ഭരണം എങ്ങനെയായിരുന്നു? എല്ലാ ആൾക്കാരെയൊക്കെ നല്ല രീതിയിലൊക്കെ നോക്കി നല്ല രീതിയിലൊക്കെ ആയിരുന്നോ? നമുക്ക് നോക്കാം. ഡ്യൂറിങ് ദ പെരുമാൾ റൂൾ ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ഇൻടു വേരിയസ് നാഡൂസ്. നാടിനാണ് നാഡൂസ് അല്ലേ? അത് നല്ലപോലെ നോക്കണേ. ഡ്യൂറിങ് ദ പെരുമാൾ റൂള് ദ കിങ്ഡം വാസ് ഡിവൈഡഡ് ദ വേരിയസ് നാഡേഴ്സ്. ഈ പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായിട്ട് ഇതിനെ അങ്ങ് തിരിച്ചു. ഓരോ നാടുകളായിട്ട് അങ്ങ് തിരിച്ചു. ആരാ? പെരുമാൾ ഭരണകാലത്ത് നമ്മുടെ രാജ്യത്തെ വിവിധ നാടുകളായിട്ട് അങ്ങ് തിരിച്ചു കുഞ്ഞുങ്ങളെ. എന്നിട്ടോ ദ നാട് വേർ ഫർദർ ഡിവൈഡഡ്. ഇനി ഈ നാടിനെ ഫർദർ ഡിവൈഡഡ് ഇൻറ്റു ദേശം ഇൻറ്റു കരാസ്. ഇനി ഈ നാടുകളെ ഓരോ നാടായിട്ട് ആദ്യമേ അങ്ങ് തിരിച്ചു. ഈ നാടുകളെ പിന്നെ അവരെന്ത് ചെയ്തു? ദേശങ്ങളായും നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും അങ്ങ് വിഭജിച്ചു. നോക്കണേ, ഓരോ പാർട്ടായിട്ട് പോകുന്നത്. പിന്നെയോ ദ നാട് വേർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ നാടുവാഴി ആൻഡ് ദേശം വേർ അഡ്മിനിസ്ട്രേറ്റഡ് ബൈ ദേശവാസീസ്. ഈ ദേശവാസീസ് റൂൾഡ് അണ്ടർ ദ കൺട്രോൾ ഓഫ് ദേശക്കൂട്ടം which were popular in their nature. The Panchayat ruled Karas. The Perumal was at the top of the administrative hierarchy. നോക്കണേ കുഞ്ഞുങ്ങളെ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇംഗ്ലീഷ് മീഡിയക്കാർ ഇതുപോലെ എഴുതണം കേട്ടോ. മലയാളം മീഡിയക്കാർ ഇത് എഴുതിക്കോ. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി അങ്ങ് തിരിച്ചു. എന്നിട്ട് ഈ നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായിട്ടും വിഭജിച്ചു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശകൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണവും നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഇപ്പം നമ്മുടെ കാര്യങ്ങളെല്ലാം ഇങ്ങനെയല്ലേ? കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം നമ്മുടെ പെരുമാളിനായിരുന്നു. ഈ ഭരിക്കുന്നതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാൾ. ഇവരൊക്കെ നാടുവാഴികളുണ്ട്, ദേശസ്നേഹികളുണ്ട്, ഇവരും എല്ലാവരും ഉണ്ട്. പക്ഷേ ഉയർന്ന സ്ഥാനം ആർക്കായിരുന്നു നിങ്ങളെ? പെരുമാളിനായിരുന്നു. ഇത് നല്ലപോലെ മനസ്സിലാക്കണം കേട്ടോ. മലയാളവും ഇംഗ്ലീഷും ഉണ്ട്, അതുകൊണ്ട് നല്ലപോലെ മനസ്സിലാക്കി വേണം എഴുതാൻ. ഈ ഇംഗ്ലീഷ് വായിച്ചിട്ട് നിങ്ങൾ ഈ മലയാളം വായിച്ചു നോക്കണം. അപ്പം നിങ്ങൾക്ക് എളുപ്പം കാര്യം പിടികിട്ടും കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ് റിലേറ്റഡ് ടു പെരുമാൾസ് അഡ്മിനിസ്ട്രേഷൻസ്. ബന്ധപ്പെട്ട ആശയവിടം പൂർത്തീകരിച്ച് എഴുതാനോ ചോദിക്കുന്നു. ഓക്കെ, പെരുമാൾ കിങ്ഡം, പെരുമാൾ രാജ്യം പെരുമാൾ തന്നെയാണ്. നാഡൂസ് നാടുവാഴികളാണ്. ദേശംസ് ദേശവാസികളാണ്. കരകള് പഞ്ചായത്തുകളാണ്. ഇത് ചിലപ്പോൾ ഷഫിൾ ചെയ്തിടും കേട്ടോ. മാച്ച് ദ ഫോളോയിങ്ങിനൊക്കെ നിങ്ങളെ തിരിച്ച് മറിച്ചു വിട്ടിട്ട് എഴുതാൻ ചോദിക്കും കേട്ടോ. അടുത്ത എക്കണോമിക് ഡെവലപ്മെന്റ്, അവിടുത്തെ സാമ്പത്തിക പുരോഗതി എങ്ങനെയൊക്കെയായിരുന്നു? പെരുമാൾസിന്റെ അവിടുത്തെ മഹോദയപുരവും അതൊക്കെ ഓർമ്മ വേണേ. അവിടുത്തെയൊക്കെ സാമ്പത്തിക പുരോഗതി എങ്ങനെയൊക്കെയായിരുന്നു? There was a strong economic foundations during the region of പെരുമാൾസ്. There was a strong economic foundation during the region of Perumals. Along with agriculture, trade also flourished during that period. ഫ്ലറിഷ്ഡ് വാക്കുകളൊക്കെ നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ദ സ്പൈസ് ട്രേഡ് വിത്ത് എ ഫോറിൻ കൺട്രീസ് ആൻഡ് ദ കസ്റ്റംസ് ഡ്യൂട്ടീസ്, ടാക്സ് ഒക്കെ ഇല്ലേ, അതാ കസ്റ്റം ഡ്യൂട്ടീസ് കളക്റ്റഡ് ത്രൂ പോർട്ട് റിസൾട്ടഡ് ഇൻ ദ എക്കണോമിക് ചേഞ്ചസ് ഇൻ ദ പെരുമാൾ കിങ്ഡം. ദ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡിംഗ് ഗ്രൂപ്പ്സ് ലൈക്ക് ഏതൊക്കെയാ? ആ പേരുകളൊക്കെ നല്ലതുപോലെ നോക്കണം കേട്ടോ. തിരിഞ്ഞു
അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ എന്നാ കേട്ടോ ആ പേര്. വിച്ച് ദെയർ പ്രിവലന്റ് ത്രൂ ഔട്ട് സൗത്ത് ഇന്ത്യ അറ്റ് ദാറ്റ് ടൈം ഹെൽപ്ഡ് ദ എക്കണോമിക് ഡെവലപ്മെന്റ് ഇൻ ദീസ് റീജിയൻ കേട്ടോ. ഇൻ ദീസ് റീജിയൻ നമ്മൾ എക്കണോമിക് ഡെവലപ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്, സാമ്പത്തിക പുരോഗതിയെ കുറിച്ചാണ്. ഒന്നാമത്തെ വരി തന്നെ ദെയർ വാസ് എ സ്ട്രോങ് എക്കണോമിക് ഫൗണ്ടേഷൻസ് ഡ്യൂറിങ് ദ റീജിയൺ ഓഫ് പെരുമാൾസ്. അതായത് ശക്തമായ ഒരു സാമ്പത്തിക അടിത്തറ ഈ പെരുമാൾ ഭരണകാലത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെയോ എലോങ് വിത്ത് അഗ്രികൾച്ചറൽ ട്രേഡ് ആൾസോ ഫ്ലറിഷ്ഡ് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. കൃഷിയോടൊപ്പം തന്നെ അവർ വാണിജ്യം അല്ലെ ട്രേഡ് വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. പിന്നെ ദ സ്പൈസസ് ട്രേഡ് വിത്ത് ഫോറിൻ കൺട്രീസ് ആൻഡ് ദ കസ്റ്റംസ് ഡ്യൂട്ടീസ് കളക്ടഡ് ത്രൂ പോർട്ട് റിസൾട്ടഡ് ഇൻ ദ എക്കണോമിക് ചേഞ്ചസ് ഇൻ ദ പെരുമാൾ കിങ്ഡം. അതായത് വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാര തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന നികുതി ഉണ്ടല്ലോ, ചുങ്കം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ, ടാക്സ്, ഈ പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് തന്നെ ഇതൊരു കാരണമായി മാറി. ദ കൊമേഴ്സ്യൽ ആക്ടിവിറ്റീസ് ഓഫ് ട്രേഡിംഗ് ഗ്രൂപ്പ് ലൈക്ക് ആ പേരൊക്കെ നോക്കണേ നിങ്ങളെ, അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികള് കേട്ടോ, വിച്ച് വെയർ പ്രിവെന്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി എന്നാ പറയുന്നത്. ഇംഗ്ലീഷ് മീഡിയക്കാർ ഇത് എഴുതിയെടുക്കണേ കേട്ടോ. ആദ്യത്തെ 3 പോയിന്റെങ്കിലും വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ നിങ്ങൾ കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാൻ ഒരുപാടുണ്ടെന്ന് വിചാരിച്ച് ഞാൻ കമന്റ് കാണുന്നുണ്ട്, നോട്ട് ചിലത് വലുതുണ്ട്, ചുരുക്കി തരാമോ എന്നൊക്കെ. അപ്പോൾ ഈ 4, 5 പോയിന്റ് ഉള്ളതൊക്കെ നിങ്ങൾ കഴിവതും ഒരു 3 എണ്ണമെങ്കിലും ചെറുത് നോക്കിയെങ്കിലും പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലത്തിന്റെ കാലത്തിലുണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും പെരുമാൾ രാജ്യത്തിന്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന അഞ്ചുവണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി എന്നതാവും നിങ്ങളെ എൻ്റെ മലയാളം. ഇനി അവിടുത്തെ കൾച്ചറൽ ലൈഫ് എങ്ങനെയാണ്, അത് നിങ്ങളുടെ ടെസ്റ്റിൽ നല്ല വലിയ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കൾച്ചറൽ സാംസ്കാരിക ജീവിതം എങ്ങനെയായിരുന്നു എന്ന് അതിന്റെ ഇംഗ്ലീഷ് ടെസ്റ്റിൽ കിടപ്പുണ്ടോ നിങ്ങളെ, അഥവാ അതിന്റെ അർത്ഥം അറിയത്തില്ലെങ്കിൽ ദാണ്ടെ ഒന്നാമത്തത്, കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായിട്ട് അങ്ങ് മാറി. കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിന്റെ പ്രധാന സ്ഥാപനമായിട്ട് അങ്ങ് മാറി. ദാണ്ടെ ഈ ബോക്സിൽ കിടക്കുന്നതാണ് കൾച്ചറൽ ലൈഫ്, ഇതായി പറയുന്നത് കേട്ടോ. ടെമ്പിൾസ് എമേർജ്ഡ് കണ്ടോ, അതാ. ഇനി ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ഈ ജാതി വ്യവസ്ഥ ചെയ്യുന്ന ജാതി വ്യവസ്ഥയിലായിരുന്നു അല്ലേ. ജനനം മുതൽ ദ കാസ്റ്റ് സിസ്റ്റം എമേർജ്ഡ് as people continued the same occupations traditionally from birth. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജനിക്കുമ്പോൾ മുതലേ നമ്മൾ ഓരോ ജോലി ചെയ്തു വരുമല്ലോ, അത് പരമ്പരാഗതമായിട്ട് ഇപ്പോൾ വീട്ടുകാരെന്ത് ജോലി ചെയ്യുന്നു അത് അടുത്ത തലമുറയ്ക്ക് കൊടുക്കും, പിന്നെ അത് അടുത്ത തലം, അങ്ങനെ പരമ്പരാഗതമായിട്ട് ചെയ്യുന്ന ജോലി ഓരോ ജാതിക്ക് ഓരോ ജോലി ചെയ്യുന്നുണ്ടല്ലോ, അത് ജനനം മുതൽ തന്നെ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നു കേട്ടോ. ജാതി വ്യവസ്ഥയിലായിരുന്നു. അതുപോലെ തന്നെ വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ് എന്നീ 4 പോയിന്റ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കൾച്ചറൽ സാംസ്കാരിക ജീവിതം, കൾച്ചറൽ ലൈഫിനെ കുറിച്ച് ചോദിച്ചാൽ ഈ 4 പോയിന്റ് ടെസ്റ്റിലെ കേട്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് വേണ്ടിയാണ് ഞാൻ മലയാളത്തിലൊന്ന് എഴുതിയത്. അടുത്തത് എന്താണ്, നാടുവാഴി സ്വരൂപംസ്. അടുത്ത കേട്ടോ. നാടുവാഴി സ്വരൂപംസ് എന്ന് വെച്ചാൽ എന്താണ്? നാടുവാഴി സ്വരൂപംസ് നോക്കിയേ. ദ നാഡൂസ് ദാറ്റ് വെർ പാർട്ട് ഓഫ് ദ പെരുമാൾസ് കിങ്ഡംസ് ലേറ്റർ കെയിം ടു ദ നോൺ ആസ് നാടുവാഴി സ്വരൂപം ആൻഡ് ദീസ് വെർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ദ നാടുവാഴീസ്. The Nadus that were part of the Perumal kingdom later came to be known as Naduvari Surubam and these were under the control of the Naduvaris. എന്ന് വെച്ചാൽ ഈ പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകള് പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പെരുമാക്കന്മാരുണ്ടല്ലോ, നമ്മൾ ആദ്യമായിട്ടേ പെരുമാക്കന്മാരെ കുറിച്ച് പഠിക്കുന്നില്ലേ, അവരുടെ ഭാഗമായിരുന്ന നാടുകള്
അവരുടെ ഭാഗത്തുള്ള നാടുകളുണ്ടല്ലോ, അത് പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഈ സ്വരൂപം വേർ സെൽഫ് ഗവേണിംഗ് റീജിയൻസ് ദാറ്റ് എക്സിസ്റ്റഡ് ബേസ്ഡ് ഓൺ ദ എന്താണ് മരുമക്കത്തായം സിസ്റ്റം. എന്തുവാണ് ഈ മരുമക്കത്തായം എന്നൊക്കെ നമ്മളിപ്പോൾ പഠിക്കാൻ പോവുകയാണ്. ജോയിന്റ് ഫാമിലീസ് ബേസ്ഡ് ഓൺ ദ മരുമക്കത്തായം സിസ്റ്റം കൺട്രോൾഡ് ദ സ്വരൂപംസ്. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയം ഭരണ പ്രദേശങ്ങളായിരുന്നു ഈ സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയ കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. അതാണ് ഇത് മലയാളമാണ് കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ച 3 സെൻറ്റൻസിൽ ഈ 3 സെൻറ്റൻസിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കേട്ടോ. നിങ്ങളത് അവനവൻ്റെ എഴുതിയെടുക്കണം. ഓക്കെ, അടുത്തത് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതെല്ലാമാണ്? വിച്ച് ഈസ് ഇമ്പോർട്ടൻ്റ് നാടുവാഴി സ്വരൂപംസ്. ഒന്ന്, ദ നാടുവാഴി സ്വരൂപംസ് ഇൻക്ലൂഡഡ്. ഒന്ന് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ഒന്നാമത്തത് കോലത്തുനാട് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഏതൊക്കെയാണ് നോക്കിയേ. 1 കോലോത്തുനാട്, 2 നെടിയിരുപ്പ്, 3 പെരുമ്പടപ്പ്, 4 തൃപ്പാപ്പൂര്. ഇതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാനുണ്ട്. നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാമാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ എഴുതണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നാമത്തെ എന്താ കുഞ്ഞുങ്ങളെ, നാടുവാഴി സ്വരൂപങ്ങളിൽ പ്രധാനപ്പെട്ടതിൽ ഒന്നാമത്തത് കോലോത്തുനാട്. അതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇനി ജന്മി സിസ്റ്റത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ ജന്മി സമ്പ്രദായം എന്ന് വെച്ചാൽ മധ്യകാല കേരളത്തിലെ സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു കുഞ്ഞുങ്ങളെ ഈ ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. മധ്യകാലം കേട്ടോ, മധ്യകാല കേരളത്തില് സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. ദ ജന്മി സിസ്റ്റംസ് വാസ് ദ സിസ്റ്റംസ് ദാറ്റ് കൺട്രോൾഡ് ദ സോഷ്യോ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സ്ഫിയേഴ്സ് ഇൻ മിഡീവൽ കേരള. ഓക്കെയാണ്. ഇനി നമ്മൾ മുമ്പ് പറഞ്ഞു മക്കത്തായവും മരുമക്കത്തായത്തെ കുറിച്ചും പറഞ്ഞു. എന്തു ഈ മക്കത്തായവും മരുമക്കത്തായവും? അതായത് അച്ഛൻ്റെ സ്വത്ത് അത് മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മക്കത്തായമാണ് കേട്ടോ. ഈ അച്ഛൻ്റെ സ്വത്ത് അച്ഛന് പെങ്ങളുണ്ടെങ്കിൽ, അച്ഛൻ്റെ സിസ്റ്റർ ഉണ്ടല്ലോ, സിസ്റ്റർ ഉണ്ടെങ്കിൽ അവരുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മരുമക്കത്തായമാണ് കേട്ടോ. അത് നോർത്ത് വെച്ചേക്കേണ്ട കുഞ്ഞുങ്ങൾ. എന്താണ് മക്കത്തായം ആൻഡ് മരുമക്കത്തായം? വേർ ദ ഇൻഹെറിറ്റൻസ് സിസ്റ്റംസ് പ്രിവലന്റ് ദ ആൻഷ്യന്റ് കേരള. മക്കത്തായം ഇസ് ദ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ് ഫ്രം ദ ഫാദർ ടു ചിൽഡ്രൻസ് കേട്ടോ, ഫാദർ ടു ചിൽഡ്രൻസ്. വേറസ് മരുമക്കത്തായം വേർ ദ സിസ്റ്റം ബൈ വിച്ച് റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് വാസ് പാസ്ഡ് ടു ദ സൺ ഓഫ് ദ സിസ്റ്റർ ഇൻ ദ ഫാമിലി. മനസ്സിലായോ? നമ്മുടെ അച്ഛൻ്റെ സ്വത്ത് മക്കൾക്ക് കിട്ടുവാണെങ്കിൽ അത് മക്കത്തായം, അത് അച്ഛൻ്റെ പെങ്ങളുടെ മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് മരുമക്കത്തായം എന്നാണ് കേട്ടോ. ഒറ്റയടിക്ക് പറഞ്ഞാൽ അതാണ്. പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന പിന്തുടർച്ചാവകാശ രീതിയാണ് ഈ മക്കത്തായവും മരുമക്കത്തായവും. പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്നും മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം എന്ന് പറയുന്നത്. എന്താണ്? പിതാവിൽ നിന്നും മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മക്കത്തായം എന്ന് പറയുന്നത്. പിന്തുടർച്ചാവകാശം സഹോദരിയുടെ പുത്രന്മാർ, സിസ്റ്ററിന്റെ മക്കളുണ്ടെങ്കിൽ കേട്ടോ, പെങ്ങള് കേട്ടോ, സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്നതിനെ മരുമക്കത്തായം എന്ന് പറയുന്നു. കേരളത്തിൽ നിന്നിരുന്ന പ്രധാന നാടുവാഴി സ്വരൂപങ്ങൾ ഏതെല്ലാം? മേജർ നാടുവാഴി സ്വരൂപംസ് ഏതൊക്കെയാണ്? മുമ്പ് നമ്മൾ പറഞ്ഞു. കോലത്തുനാട് സ്വരൂപം, നെടിയിരുപ്പ് സ്വരൂപം, പെരുമ്പറപ്പ് സ്വരൂപം, തൃപ്പാപ്പൂർ സ്വരൂപം. പഠിക്കാൻ ഇച്ചിരി പാടാണെന്ന് എനിക്കറിയാം കുഞ്ഞുങ്ങളെ, പക്ഷേ ഈ പേരൊക്കെ പഠിച്ചേ വെക്കത്തുള്ളൂ. കോലത്തൂർനാട് സ്വരൂപം കണ്ണൂരാണ്. നെടിയിരുപ്പ് സ്വരൂപം കോഴിക്കോടാണ്. ആ സ്ഥലപ്പേര് നല്ലപോലെ അറിയണം. പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചിയാണ്. തൃപ്പാപ്പൂർ സ്വരൂപം വേണാട് കേട്ടോ. അതിലൊന്നാമത്തെ കോലത്തുനാട് സ്വരൂപമാണ്. ഇവിടെ ഇത് ആരാണ് എന്നാണെന്നൊക്കെ എന്ന് അറിഞ്ഞാൽ മതി കേട്ടോ. റൂൾഡ് ഫ്രം കണ്ണൂർ as its സെന്റർ. ഈ കോലത്തുനാട് സ്വരൂപം കണ്ണൂർ കേന്ദ്രമാക്കിയായിരുന്നു ഭരിച്ചിരുന്നത്. ദ റൂൾഡ് വാസ് നോൺ as കോലത്തിരി. കോലത്തിരി നാട്, കോലത്തിരി ഭരണാധികാരിയായ കോലത്തിരി എന്നിത് അറിയപ്പെട്ടിരുന്നു. ഒന്നാമത്തെ അത്രയും മാത്രം പഠിച്ചാൽ മതി. രണ്ടാമത്തത് ഏതാണ്? നെടിയിരുപ്പ് സ്വരൂപം. അതാരാണ്? റൂൾഡ് ഫ്രം കോഴിക്കോട് as its. കോഴിക്കോട് കേന്ദ്രം. ഇത് കൊച്ചിയാണ്, ഇത് കോഴിക്കോടാണ്. തിരിഞ്ഞു പോലെ കൊച്ചി എന്നല്ലേ? ഇല്ല, കണ്ണൂരാണ് അല്ലേ? കണ്ണൂര്, ഇത് കോഴിക്കോട്. ദ റൂളർ വാസ് നോൺ as സാമൂതിരി. ഭരണാധികാരിയെ സാമൂതിരി എന്ന് അറിയപ്പെടുന്നു. ദ ഫെയിം ഓഫ് സാമൂതിരി റേസ്ഡ് ആഫ്റ്റർ ഹി ഹാഡ് ബിക്കം ദ പ്രൊട്ടക്ടർ ഓഫ് ദ മാമാങ്കം ഫെസ്റ്റിവൽ. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിപ്പിച്ചു. മലയാളവും ഇംഗ്ലീഷും ഉണ്ട് കുഞ്ഞുങ്ങളെ, അത് അതുപോലെ തന്നെ പഠിക്കണേ. നെടിയിരുപ്പ് സ്വരൂപം എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത മൂന്നാമത്തെയാണ് പെരുമ്പടപ്പ് സ്വരൂപം. ഈ ഓരോ സ്വരൂപവും നല്ലപോലെ അറിയണേ. പെരുമ്പടപ്പ് സ്വരൂപം.
ദ കൊടുങ്ങല്ലൂർ റീജിയൻസ് ബിക്കം ദ പെരുമ്പടപ്പ് സ്വരൂപം. കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപം മാറിയത്. ഓരോന്നിൻ്റെയും ഏത് സ്ഥലമാണെന്ന് ഓർത്തോണം. ഇറ്റ് വാസ് ലേറ്റർ നോൺ ആസ് കൊച്ചി റോയൽ ഫാമിലി. പിൽക്കാലത്ത് അത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. ദ ലാസ്റ്റ് തൃപ്പാപ്പൂർ സ്വരൂപം. The Swarupam situated at the southern part of Kerala. Later it's evolved into the powerful പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് ട്രാവൻകൂർ. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണ് തൃപ്പാപ്പൂർ സ്വരൂപം. പിന്നീട് ഇത് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യവുമായിട്ടിത് പരിണമിച്ചു എന്നാണ്. തിരുവിതാംകൂർ, ട്രാവൻകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ടിത് പരിണമിച്ചു എന്നാണ് പറയുന്നത്. അപ്പം 4 സ്വരൂപത്തെക്കുറിച്ച് പഠിച്ചു. മുമ്പ് നമ്മൾ പറഞ്ഞു എന്താണ് മാമാങ്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാമാങ്കം വാസ് എ ഫെസ്റ്റിവൽ സെലിബ്രേറ്റഡ് വൺസ് എവരി 12 years ഓൺ ദ ബാങ്ക്സ് ഓഫ് ദ ബ്രഹ്മപുത്ര തിരുനാവ എന്ന് വെച്ചാൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായയിൽ 12 വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു ഉത്സവത്തിനെയാണ് മാമാങ്കം എന്ന് പറയുന്നത്. ഭാരതപ്പുഴയുടെ തീരത്താണ് കേട്ടോ. 12 വർഷത്തിൽ ഒരിക്കൽ കൊണ്ടാടിക്കൊണ്ടിരുന്ന ഒരു ഉത്സവമാണ് മാമാങ്കം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. ഇനി ഏറ്റവും ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ, മാർത്താണ്ഡവർമ്മയും ശക്തൻ തമ്പുരാനെയും കുറിച്ചും ഒന്ന് എഴുതാൻ. മാർത്താണ്ഡവർമ്മ കേട്ടോ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്നാണ് ഫുൾ നെയിം. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ, ശക്തൻ തമ്പുരാൻ, ഇവരെ കുറിച്ച് ഒന്ന് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 3 പോയിന്റ് ഉണ്ട്. സപ്രസ്ഡ് ദ മാഡംബീസ് ആൻഡ് എട്ടുവീട്ടിൽ പിള്ള ദ പവർഫുൾ ലാൻഡ് ലോഡ്സ് എന്ന് വെച്ചാൽ ഭൂപ്രമാണിമാരായ, ഭൂമികൾ കൂടുതലുള്ളവരെയാണ് ഈ ഭൂപ്രമാണി എന്ന് പറയുന്നത്. ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും അതുപോലെ തന്നെ മാടമ്പിമാരെയും എന്ത് ചെയ്യുന്നു, അമർച്ച ചെയ്തു. ആരാണ്? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. എന്നാൽ ശക്തൻ തമ്പുരാനോ സപ്രസ്ഡ് ദ നാടുവാഴികളെ, അദ്ദേഹം നാടുവാഴികളെ അമർച്ച ചെയ്തു. രണ്ടാമത്തെ മെഷേർഡ് ആൻഡ് സർവേഡ് ദ ലാൻഡ് ഇൻ ദ കിങ്ഡം, രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തിയത് നമ്മുടെ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താട്ടോ. മെഷർ ദ സർവേ എന്താ, രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി ആരാ? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. അതുപോലെ ശക്തൻ തമ്പുരാനോ എസ്റ്റാബ്ലിഷ്ഡ് ട്രേഡ് സെന്റർ, വാണിജ്യ കേന്ദ്രങ്ങൾ എല്ലായിടവും ആരംഭിക്കാൻ പറഞ്ഞു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. അടുത്ത 3-മത്തത് പെർഫോംഡ് തൃപ്പടിദാനം നടത്തി. തൃപ്പടിദാനം കേട്ടോ, അതിനെക്കുറിച്ചൊരു നീല ബോക്സിൽ നിങ്ങളുടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ തൃപ്പടിദാനം എന്ന് കേട്ടോ. അന്നേരം ശക്തൻ തമ്പുരാനോ ഇനിഷ്യേറ്റ് ചെയ്തത് തൃശ്ശൂർ പൂരം. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് നമ്മുടെ ശക്തൻ തമ്പുരാനാണ് കേട്ടോ. 3 വീതം എഴുതിയിട്ടുള്ളൂ. നമ്മുടെ ശക്തൻ തമ്പുരാൻ എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു 3 പോയിന്റും, മാർത്താണ്ഡവർമ്മ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ എന്തൊക്കെയാണ് ചെയ്തത് 3 പോയിന്റും നമുക്ക് തന്നിട്ടുണ്ട്. ഈ ചാപ്റ്ററിനകത്തിലെ 2-3 മാർക്കിൻ്റെ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ടും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട്, കാരണം ഒരുപാട് ഉണ്ട്. അത് ഒരു പാർട്ടായിട്ട് നമുക്ക് ഇടാം കേട്ടോ. ഒറ്റ ലിങ്കിൽ അതിടാം. അപ്പോൾ ഇത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കമൻറ്റും ലൈക്കും ഷെയറും ഹൈപ്പും ഒക്കെ ചെയ്യണേ നിങ്ങൾ കേട്ടോ. വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.